രേണുസുതി വന്നപ്പോ ആളില്ലെന്ന്. അയ്യോടാ പാവം. ചേച്ചി കുറച്ച് ആളിനെ കൂട്ടാൻ മേലായിരുന്നു രേണുസുതിയെ കാണാൻ വേണ്ടിട്ട്. അതെ കാണാൻ പറ്റുമോ? മിക്കവാറും മേ ബി ഒരു 85-90% കാണാൻ പറ്റും. രേണുസുതി ഒരിക്കലും തീരാത്ത ഒരു കോണ്ടന്റായി മാറിയിരിക്കുകയാണല്ലോ ചേച്ചി നിങ്ങള്. ഇന്നലെയും കൂടെ രാത്രിയിൽ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചതേ ഉള്ളൂ. എൻ്റെ പൊന്നളിയ ഇനിയും വയ്യളിയ ഈ സാധനത്തിന്റെ വീഡിയോ ചെയ്യാൻ. അവനും ഇങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, അളിയ ഇനി എന്ത് പറയും, എന്തു ഇതിന് മാത്രം ഇനി പറയണ്ടേ. ഞാനും ആലോചിച്ചിന്നല്ലോ രാത്രി എന്തു ഇനി പറയണ്ടേ. പക്ഷെ പറയാനുള്ളത് എല്ലാ ദിവസവും രേണുസുതി തന്നെ ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പോൾ എങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കും? നമ്മുടെ കോണ്ടന്റ് അത്രേ ഉള്ളൂ രേണുസുതി. അല്ലാതെ രേണുസുതിയോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹവും ഇല്ല, ഒരു ദേഷ്യവും ഇല്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്നലെ പാതിരാത്രിയിൽ എങ്ങാണ്ട് രേണുസുതി ഒരു ഇൻസ്റ്റഗ്രാമിൽ 2 സ്റ്റോറി ഇട്ടേക്കുന്നത് കണ്ടേ. ആ സ്റ്റോറിയിൽ രേണു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ എങ്ങാണ്ട് ഒരു ഇനാഗുറേഷന് പോയി. അപ്പോൾ അവിടെ ഏതോ ഈ റിയാക്ഷൻ വീഡിയോയുടെ ചെയ്യുന്ന ഏതോ ഒരു വ്യക്തി അവിടെ വെച്ച് കണ്ടു. അയാൾ രേണുവിനെ സ്ഥിരം വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷെ അയാൾ ഇന്നലെ എൻ്റെ വീഡിയോ എടുക്കാൻ വന്നായിരുന്നല്ലോ, നാണമുണ്ടോ നിനക്ക് എന്നൊക്കെ ചോദിച്ച് കിടന്ന് കലപില ഒരു സ്റ്റോറിയിൽ. ഞാൻ ഫസ്റ്റ് നിങ്ങളെ ആ സ്റ്റോറി കാണിക്കാമേ, എന്നിട്ട് എനിക്കൊരു കാര്യം വൃത്തിക്ക് ഇവിടെ പറയാനുണ്ട്. ഇത് കണ്ടോ ഫസ്റ്റ്? ഹലോ ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതായത് ഇന്ന് എനിക്ക് ചേർത്തല ഹിതിക ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു. ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ടോയെന്ന്, എനിക്ക് ഒരുപാട് മീഡിയാസ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം അവരെല്ലാം വന്ന് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു വ്ളോഗർ, അതായത് എന്നെ നെഗറ്റീവ് അടിക്കുന്ന SP വ്ളോഗ് എന്നും കണ്ടാന്ന് തോന്നുന്നു അവരുടെ പേര്. എനിക്ക് അവരുടെ പേര് പോലും അറിയില്ല. ഞാൻ സത്യമായിട്ട് ഞാനിപ്പം എൻ്റെ സുഹൃത്ത് സജിന ചേച്ചിയോടാണ് ചോദിച്ചത് അവരുടെ പേരെന്തുവാന്ന് പോലും. ആ വ്ളോഗിൻ്റെ ഇങ്ങനെ മാറ്റി പോകുമ്പോഴത്തേന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ്. അവരെനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നവർ. നാണമുണ്ടോ SP വ്ളോഗിലെ ആ പുള്ളിക്കാരിക്ക്? നാണവും മാനമുണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരു മുറിക്കകത്തിരുന്ന് മൊബൈൽ വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഇനോഗ്രേഷന് പാത്തും പതുങ്ങി മാസ്ക് വെച്ചിട്ട് വന്നിട്ട് എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇവർ പറയാം തുടക്കം ഇങ്ങനെയാണ്. ഞാനിങ്ങനെ തുടക്കം കണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ രേണുസുതി വലിയ ആളൊന്നുമില്ല, ആകെ ഇച്ചിരിയേ ഉള്ളൂ. പിന്നെ ബാക്കി കേൾപ്പിക്കാമേ. എൻ്റെ പൊന്ന് രേണുസുതി, നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ കാണാനാണ്, എനിക്കറിയത്തില്ല അത് ഏത് ബ്ലോഗറാണ്, ഏത് റിയാക്ഷൻ ചാനലാണെന്നൊന്നും എനിക്കറിയത്തില്ല. ആരാണെങ്കിലും നിങ്ങളെ കാണാനാണ് വന്നതെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? രേണുസുതിക്ക് അറിയാത്തൊരു കാര്യം പറയാം. ഈ ഓൺലൈൻ മീഡിയക്കാർ രേണുസുതി വരുന്ന സ്ഥലം തപ്പി അവിടെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഇൻ അതർ കേസ് ഈ കടകളുടെ ഉടമസ്ഥന്മാർ ഓൺലൈൻ മീഡിയക്കാരെ വിളിക്കും. ഇപ്പോൾ രേണുസുതിയാണ് വരുന്നത്, ഉടനെ കടയുടെ ഉടമസ്ഥൻ ഈ ഓൺലൈൻ മീഡിയയിലെ ആരെങ്കിലും ഒരാളെ കോൺടാക്ട് ചെയ്യും, ഏതെങ്കിലും ഒരു ചാനലിനെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് ആ ചാനലുകാരൻ ബാക്കിയുള്ള ചാനലുകാരോട് പറയും, ഇത് എനിക്കറിയാം, കാരണം ഞാൻ ഈ പരിപാടിക്ക് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. മനസ്സിലായോ? കടക്കാർ വിളിക്കും നമ്മളെ, അപ്പം നമ്മൾ പോകും, വീഡിയോ എടുക്കും. അതിപ്പോൾ രേണുസുതി ആണെങ്കിലും ശരി, അർലിൻഡോസ് ഫെററ ആണെങ്കിലും ശരി, നമ്മൾ പോയി എടുക്കും. കാരണം നമുക്ക് അതിന് പൈസ കിട്ടുന്നതാണ്. നമ്മൾ നിങ്ങളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് കാശുണ്ടാക്കുന്നതല്ലാതെ കടക്കാരും കൊടുക്കുവടേ. പിടികിട്ടിയോ? അപ്പം രേണുസുതിയെ കാണാനായിട്ട് തള്ളിക്കയറി. എനിക്കറിയത്തില്ല ആ ബ്ലോഗർ ഇനിയും വേറെ ഏതെങ്കിലും ചാനലിന് വേണ്ടി വീഡിയോ എടുക്കാൻ വന്നതാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് രേണുസുതി ഇത് എന്നോട് ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ചേച്ചി എനിക്ക് ചേച്ചിയെ കാണാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ആ കടക്കാർ വിളിച്ചു, ഇതാ ഇന്ന ചാനലിനെ വിളിച്ചു, എനിക്ക് അത്യാവശ്യം ഓൺലൈൻ മീഡിയ കോൺടാക്ട്സ് ഉണ്ട്, അപ്പോൾ അവരെന്നെ വിളിക്കും, എൻ്റെ സ്ഥലത്ത് വല്ലതും ആണെങ്കിൽ അളിയാ പോയി എടുക്കാവടാന്ന് ചോദിക്കും, ഞാൻ പോയി എടുക്കും, എനിക്കതിന് പൈസ കിട്ടും. അല്ലാതെ ചേച്ചിയുടെ മോന്തായം കാണാനൊന്നും അല്ല. മനസ്സിലായോ? പക്ഷേ ദൈവം സഹായിച്ച് ചേച്ചിയുടെ ഒരു പരിപാടിക്ക് വന്ന് വീഡിയോ എടുക്കേണ്ട അവസ്ഥ എനിക്കിതിനായിട്ടും വന്നിട്ടില്ല. ഓക്കെ, അല്ല ഇനിയിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നാലും ഞാൻ വരും. അത് നിങ്ങളുടെ മോന്തായം കാണാനല്ല, എനിക്ക് പൈസ കിട്ടുവടേ ഞാൻ വന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. കേട്ടോ? അത് ഒന്ന് മനസ്സിലാക്കണം രേണുസുതി. ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകാർ എനിക്കറിയത്തില്ല, വീണ്ടും ഞാൻ പറയുന്നത് എനിക്കറിയത്തില്ല അവരിനി ഏതെങ്കിലും ചാനലിനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നതാണോ, ഇനി അതല്ല അവരവരുടെ സ്വന്തം ചാനലിൽ ചിലപ്പോൾ വീഡിയോ എടുത്തിടാൻ വേണ്ടി വന്നതാണെങ്കിൽ അതിനിപ്പോൾ എന്താ ഇത്ര കുഴപ്പം? അല്ല അതിന് കുഴപ്പം എന്താ? അങ്ങനെ ചേച്ചിയുടെ വീഡിയോ എടുക്കുന്നവരെല്ലാം ചേച്ചിയെ പറ്റി നല്ലത് മാത്രമേ പറയാവൂ എന്നുണ്ടോ ചേച്ചി? അല്ല അങ്ങനെയാണെങ്കിൽ ചേച്ചി എഴുതി വെക്കാം എവിടെയെങ്കിലും, ഒരു ഡയറിയിലോ അല്ലെങ്കിൽ നെഞ്ചത്ത് പറ്റി ഒട്ടിച്ചോണ്ട് കിടക്ക്, എൻ്റെ വീഡിയോ എടുക്കുന്നവർ എന്നെ പറ്റി നല്ലത് മാത്രമേ പറയാവൂ. കഷ്ടം രേണുസുതി, കഷ്ടം. ഒരു തുള്ളി വിവരം എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ അടുത്തൂടെ പോയിട്ടില്ലല്ലോ സ്ത്രീയെ. അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വർത്താനമൊക്കെ പറയുമോ? അവൾ ഒളിച്ചും പാത്തും മാസ്ക് ഇട്ട് വന്ന് എൻ്റെ വീഡിയോ എടുത്തിട്ട് പോയി, അതെടുത്തങ്ങ് ഇട്ടു. അതിനിപ്പോൾ എന്താ?
അല്ല എന്നാ പിന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കും, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ട, നിങ്ങളൊരു സെലിബ്രിറ്റിയായി മാറണ്ട. ഈ സെലിബ്രിറ്റിയായി മാറുമ്പോഴത്തേക്ക് ആൾക്കാർ വീഡിയോ എടുക്കും, അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ സംസാരിക്കും. അല്ല ഇത് 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 അറിയാനുള്ള അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനുള്ളൊരു ബോധം വിവരവും നിങ്ങൾക്ക് ഇല്ലേ? ബാക്കി കുറച്ചും കൂടെ ഉണ്ട് രേണുസുതി പറയുന്നത് കേട്ടോ. ഈ ബ്ലോഗിലെ ചേച്ചിക്ക് ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ രേണുസുതി വന്നപ്പോൾ ആളില്ലെന്ന്. അയ്യോടാ പാവം ചേച്ചി, കുറച്ച് ആളിനെ കൂട്ടാൻ പറ്റാത്ത രേണുസുതിയെ കാണാൻ വേണ്ടിയിട്ട്. അതെ, രേണുസുതി ഇഷ്ടമുള്ളവർ എവിടെയാണെങ്കിലും വന്നിരിക്കും, മനസ്സിലായോ? ചേച്ചി പറഞ്ഞ പോലെ തടിച്ചുകൂടി ആൾ വരെ രേണുസുതി വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല. രേണുസുതി സാധാരണക്കാരിയാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ട് കേട്ടല്ലോ. ചേച്ചി കൂടുതൽ, ചേച്ചി ഇപ്പം വന്നിട്ട് മാസ്ക് വെച്ച് പാത്തും പതുങ്ങി എൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്തല്ലോ ചേച്ചിക്ക് നാണമുണ്ടോ? ചേച്ചി ഒരു 10 പേരും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റായിരുന്നു. SP വ്ളോഗ് ചേച്ചി. അല്ല ഈ മാസ്ക് ഒക്കെ വെച്ച് പോയത് എന്തിനാ ചേച്ചി? ആ ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ മാസ്ക് ഒക്കെ വെച്ച് നിങ്ങൾ എന്തിനാ പേടിച്ചു പോകുന്നത്? നിങ്ങൾ പോയി എടുക്കണം ധൈര്യമായിട്ട് അല്ലേ? അത് നിങ്ങൾ എടുക്കുന്നതിന് ഇപ്പം എന്താ ഇത്ര കുഴപ്പം? ഞാൻ മാസ്ക് ഒന്നും വെച്ച് പോകത്തില്ല. ഇപ്പോഴും എൻ്റെ ഈ പരിസരത്ത് വല്ലതും എന്തെങ്കിലും ഇനാഗുറേഷനോ സെലിബ്രിറ്റീസ്, രേണുസുതി അല്ല ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട് എന്ന് എന്നെ വിളിച്ചളിയാ ഒന്ന് പോയി എടുക്കാവോടാ, ഞങ്ങൾ തിരക്കാ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വേണമെങ്കിൽ പോയി എടുക്കും. എനിക്ക് പൈസയും കിട്ടുമായിരുന്നു, മനസ്സിലായോ? ഒരു ദിവസം കൂലിപ്പണിക്ക് പോകുന്നതിനെക്കാട്ടിലും പൈസ കിട്ടും. ഞാനെന്തിനാ പോകാതിരിക്കുന്നത്? എനിക്ക് ഇവരുടെ നിലപാടുകൾ, ഇപ്പം രേണുസുതി വരിക എന്ന് വിചാരിച്ചോ, എനിക്ക് അവരുടെ നിലപാടുകൾ ഇഷ്ടമല്ല. അവരെ എതിർത്ത് സംസാരിക്കുന്ന, അവർക്കെതിരെ വീഡിയോകൾ ചെയ്യുന്ന, അങ്ങനെ തന്നെ വേണമെങ്കിൽ എടുത്തു. പക്ഷെ ഞാൻ അവരെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ടേ. ഞാൻ പറഞ്ഞിട്ടുണ്ടേ, ഈ ചേച്ചി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വളരെ മാന്യമായിട്ടുള്ള ബിഹേവിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വീണ്ടും കാലം ഉടച്ചു, അത് അവരുടെ കയ്യിരിപ്പം, അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? സോ അതിപ്പോൾ രേണു ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഞാൻ പോയി എടുക്കും. ഞാനെന്തിനാണ് ഇവരെ നോക്കുന്നത്? ഇവരെന്നാ അവിടെ ഇനാഗുറേഷന് വരണ്ടെന്നേ. ആഹാ, പ്രത്യേകിച്ച് ഞാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ കട ഉടമകൾ ഓൺലൈൻ മീഡിയക്കാരോട് പറയും, ഇങ്ങനെ ഉണ്ട്, ഒന്ന് വന്ന് കവർ ചെയ്യണം. കാരണം അവരുടെ കടയ്ക്കും കൂടി ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി. പിടികിട്ടിയോ? അപ്പം ഞാൻ രേണുവിനെ കണ്ടാനല്ല പോകുന്നത്. ചില കേസുകളിൽ ഇപ്പോൾ ഈ രേണുവിൻ്റെ മാനേജേഴ്സോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ട്, ഇന്ന് വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഓൺലൈൻ മീഡിയക്കാർ അങ്ങനെ പോകാറുണ്ട്. പിടികിട്ടിയോ? പ്രത്യേകിച്ച് ഈ കല്യാണങ്ങൾ, അത് ഈ സെലിബ്രിറ്റീസിൻ്റെ കല്യാണമൊന്നും അറിയിക്കാറില്ല മിക്കതും ഓൺലൈൻ മീഡിയക്കാരെ. അവരെ ഏതെങ്കിലും സോഴ്സ് വഴി അറിയും, അപ്പോൾ അവർ പോയി അത് കവർ ചെയ്യും. അങ്ങനെയാണ് സംഗതി. പിടികിട്ടിയോ? അല്ലാതെ രേണു ചേച്ചി പറയുന്ന കണക്ക് എൻ്റെ പൊന്നെ വീഡിയോ എടുക്കുന്നവരെല്ലാം അങ്ങ് നല്ലതൊക്കെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് രേണു ചേച്ചി ഒരൊറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ഈ ഓൺലൈൻ മീഡിയക്കാർ വന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പലതും ചോദിക്കാറുണ്ടല്ലോ നിങ്ങളോട്, ചോദിക്കാറുണ്ടല്ലോ. ചേച്ചിയോട് അത്ര അങ്ങോട്ട് ഇഷ്ടം മൂത്തിട്ട് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് ചേച്ചിയുടെ വിചാരം? അല്ല, അങ്ങനെയാണെങ്കിൽ ആ വിചാരം തെറ്റാ ചേച്ചി. അതൊന്നും മനസ്സിലാക്കിയ ചേച്ചിക്ക് കൊള്ളാം. ഓക്കെ, അവർക്ക് ജസ്റ്റ് നിങ്ങൾ കോണ്ടന്റ് മാത്രം. എനിക്കും അത്രേ ഉള്ളൂ, നിങ്ങൾ കോണ്ടന്റ് മാത്രം. അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. വൈ ഷുഡ് ബി കെയർ അബൌട്ട് യു? അതിൻ്റെ ആവശ്യമില്ല. ഇനി എനിക്ക് തോന്നുന്നു ഈ ഇനാഗുറേഷൻ കഴിഞ്ഞ ദിവസം പോയെന്ന് പറഞ്ഞല്ലോ ചേർത്തലയിൽ, കുറേ വീഡിയോകൾ കണ്ടു. അതിനകത്ത് 1-2 വീഡിയോകൾ എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നിയേ. നമുക്ക് അതൊന്ന് കണ്ടു തുടങ്ങാം, എന്നിട്ട് ബാക്കി പറയാം. ഒരുപാട് നല്ല കാര്യങ്ങൾ ചേച്ചി പറയുന്നുണ്ട്, ഒന്ന് കേട്ടോ. നോട്ടീസ് കിട്ടിയല്ലോ, അപ്പം അതിന് റെസ്പോൺസ് നിയമപരമായിട്ടല്ലേ നമുക്ക് നോട്ടീസ് കിട്ടി. അപ്പം തിരിച്ച് നിയമപരമായിട്ട് തന്നെ നമുക്ക് പോകാം. അതിനെപ്പറ്റി കൂടുതൽ നമ്മളിപ്പം വെളിപ്പെടുത്താൻ പറ്റില്ല. രേണുവിന്റെ അച്ഛനെ നാറേന്ന് വിളിക്കുന്നുണ്ട്. ബിഷപ്പല്ലേ വിളിച്ചത്? അല്ല, പറഞ്ഞായിരുന്നല്ലോ, പ്രതികരിച്ചായിരുന്നല്ലോ. അതിന്റെ തിരിച്ചും പ്രതികരിച്ച് ആള് സൗമ്യമായിട്ട് സംസാരിച്ചതുകൊണ്ട് തിരിച്ചെനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. എന്നെ ദേഷ്യം കയറ്റിക്കഴിഞ്ഞാൽ ഫിറോസിക്കൊക്കെ അറിയാം ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറയാം, എനിക്ക് തന്നെ അറിയത്തില്ലെന്ന്. എന്തിനാ ദേഷ്യം കയറ്റുന്നത്? മര്യാദയ്ക്ക് ഇപ്പം പറഞ്ഞ പുള്ളി, അദ്ദേഹം മര്യാദയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കും. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിലേക്ക് ആളുകൾ കണ്ടിട്ടുണ്ട്. അതാണ് സംഭവം. കാണുന്നവർ കാണട്ടെ. ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതല്ലേ ആൾക്കാർ പ്രതികരിക്കുന്നത്, ഓരോ കമന്റ്സ് ഇടുന്നത്. അപ്പം ആൾക്കാരുടെ മനസ്സിലുണ്ട്. അതിപ്പോ എനിക്ക് എന്താ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം ഇവര് കുറെ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇത് മാത്രമാണോ? ഈ ഫിറോസിന്റെ കാര്യം മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നില്ലേ. ഇത് മാത്രം എന്ത് വളച്ചൊടിക്കുന്നൊന്നും ഇല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുണ്ട്. ഞാനിപ്പോ അതിന് കൂടുതൽ പറയുന്നില്ല, കാരണം ഇങ്ങോട്ടും മര്യാദയ്ക്കാണ് സംസാരിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ പുള്ളി ഇട്ടായിരുന്നു, മര്യാദയ്ക്കാണ് സംസാരിച്ചത്, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. രേണു ആരാണ് ഈ വളച്ചൊടിക്കുന്നത്? എന്താണ് ഈ വളച്ചൊടിക്കുന്നത്? നിങ്ങൾ അതൊന്ന് പറയാമോ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ എല്ലാവരും അങ്ങ് വളച്ചൊടിക്കുന്നു. എന്ത് വളച്ചൊടിച്ചു എന്നാ? രേണു, നിങ്ങൾ തന്നെ ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ലൈവിൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ സജ്ജന എന്താ അതിൻ്റെയൊക്കെ വീഡിയോയിൽ കയറി വന്നിരുന്ന് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇത് മാത്രമാണ് ഇവിടെ ആൾക്കാർ പോർട്രേറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തോ വളച്ചൊടിക്കുന്നു എന്ന് രേണുവിന് വേണമെങ്കിൽ പറയാം.
അടിയിൽ കമൻ്റ് ഇടുന്ന ആൾക്കാർ കുറേ ആളുകൾക്ക് പണ്ട് തൊട്ടേ നിങ്ങൾ ഇഷ്ടമല്ലാത്തവർ കാണും, പക്ഷെ വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്ത് തെറ്റ് ചെയ്തു? ഉള്ള കാര്യം പറഞ്ഞതോ? അതാണോ തെറ്റ്? ഉള്ള കാര്യം പറയുന്നതോ? ഈ KHDC ഫിറോസിൻ്റെ ഒക്കെ കേസ് വരുന്നു. രേണു, നിങ്ങൾ അയാളെയൊക്കെ അല്ലെങ്കിൽ ആ ബിഷപ്പിനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വന്നിരുന്ന് അങ്ങ് അപരാധിക്കുമായിരുന്നു. അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേത് ചെയ്തു. അപ്പോൾ പിന്നെ അവരൊക്കെ എന്താ മിണ്ടാതിരിക്കണോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലായിട്ടുള്ള കാര്യമാണ്. അവരൊക്കെ എന്താ മിണ്ടാതിരിക്കണോ? രേണു എന്ത് പറഞ്ഞാലും അത് കേട്ടോണ്ടിരിക്കണോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ? അല്ല, അതെനിക്ക് മനസ്സിലാവുന്നില്ല. രേണു എല്ലാം വിടൂ. ഒരു കാലത്ത് കയറി കിടക്കാൻ ഒരു കൂര ഇല്ലാന്ന സമയത്ത്, ആ മനുഷ്യൻ സുധി എന്ന് പറയുന്ന വ്യക്തി പോയ സമയത്ത് കുറച്ച് സ്ഥലവും തന്നു, ഒരു വീടും വെച്ച് തന്ന ടീമുകളൊക്കെ ആണല്ലോ. അത്രയും ആ ഒരു വില കൊടുത്താൽ മതി. കൂടുതലൊന്നും രേണു മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാൻ പറ്റത്തില്ല അവരൊക്കെ ശരിക്കും എന്താണെന്നൊന്നും. പിടികിട്ടിയോ? പക്ഷേ നിങ്ങൾക്ക് കിടക്കാനൊരു സ്ഥലം ഉണ്ടാക്കി തന്നവരല്ലേ, ആ ഒരു വില കൊടുത്തിട്ട് വിട്ട് കളയണോ? മിണ്ടാതിരിക്കണോ? നിങ്ങൾ അതാണോ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ നിങ്ങളുടെ റീച്ചിന് വേണ്ടി, നിങ്ങളുടെ നെഗറ്റീവ് റീച്ചിന് വേണ്ടി നിങ്ങൾ അവരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. അത്രയേ ഉള്ളൂ. പിന്നെ ഫിറോസും നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇടയ്ക്കിടയ്ക്ക് ഞാനും കണ്ടു, അവിടെ ഇവിടേക്ക് അത് ചർച്ചയാവുന്നുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഞാനൊന്നും മിണ്ടുന്നില്ല, എനിക്കറിയത്തില്ല. നമുക്ക് ബാക്കി അടുത്ത ഒരു വീഡിയോ ക്ലിപ്പ് കാണാം. കിച്ചു ഇതൊന്നും പ്രതികരിക്കാറില്ലെന്ന് തോന്നുന്നു. അവന്റെ ലൈവിൽ, അവന്റെ വ്ളോഗില് ലൈവ് പോകുന്നതല്ലാതെ അവൻ ഇതിനെപ്പറ്റി ഒരു മാധ്യമങ്ങളോടും പ്രതികരിക്കുന്ന ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അവൻ എന്നോടും പ്രതികരിക്കാറില്ല. ഇപ്പം വിളിച്ചായിരുന്നു, ഇപ്പൊ നിങ്ങൾ പറയും വിളിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് വിളിച്ചത്. മകൻ അമ്മേനെ വിളിക്കുന്ന, അമ്മ മകനെ വിളിക്കുന്നത് വലിയ സംഭവമായിട്ടൊന്നും ഞാൻ പറയുന്നതല്ല. പിന്നെ ഇങ്ങനെ കുറെ എണ്ണം വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വലിയ സംഭവം കിച്ചു ഞാനും തമ്മി മിണ്ടുന്നില്ല, മറ്റേതാ മറിച്ചത്, അതുകൊണ്ട് എടുത്ത് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ കള്ളത്തരം പറയുന്നതോ കള്ളത്തരം നിങ്ങളെ ബോധിപ്പിക്കാൻ കാണിക്കുന്ന ഇതൊന്നുമല്ല. നമ്മൾ അങ്ങനെ ആൾക്കാർ കമന്റ് ഇടുന്നോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. അത് നമ്മൾ നിയമപരമായിട്ട് പോകുന്ന കാര്യമല്ലേ. നമ്മളിപ്പോഴേ എന്തിനാ വെറുതെ ഇട്ട് കൊടുക്കുന്നത്? ജനങ്ങൾക്കിടയിൽ ഇട്ട് വെറുതെ എന്തിനാ ഇട്ട് അലക്കിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. അപ്പൊ നിയമത്തിന്റെ വഴി പോട്ടെ. ഇല്ലില്ല, നോക്കുന്നൊന്നുമില്ല. കഴിഞ്ഞ ദിവസം വലിയ കാര്യത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മറ്റേ ഓട്ടോയിൽ കയറിയിരുന്ന് രജിസ്റ്റേർഡ് കിട്ടിയേ, എനിക്ക് കിട്ടുന്നതിന്റെ മുന്നേ ഓൺലൈൻ മീഡിയക്കാർക്കല്ല, മറ്റേ റിയാക്ഷൻ ചാനലുകാർക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പൊക്കി പിടിച്ചെടുത്തോണ്ട് പോയതാ. മൊത്തം വായിച്ചു നോക്കിയിട്ടില്ല ഇതുവരെയായിട്ടും. എന്തോ ഇവരോട് ഇനി പറയട്ടെ? ഇനി ഇവരോട് വല്ലതും പറയാനുണ്ടോ? പിന്നെ കിച്ചു മുണ്ടത്തില്ല, ഇനിയും മോൻ മുണ്ടത്തില്ല. മോനെ കിട്ടേണ്ടത് കിട്ടി കഴിഞ്ഞ ദിവസം, മനസ്സിലായോ? മോനെ കിട്ടേണ്ടത് കഴിഞ്ഞ ദിവസം കിട്ടി. ഇനിയും മോൻ മിണ്ടിയ മോൻ്റെ പല സാധനങ്ങളും ഇവിടെ പുറത്ത് വരും. അവസാനം കിടന്ന് ചെറുക്കൻ മെഴുകണ്ട വരും. പിടികിട്ടിയോ? അതാണ് കിച്ചുമോൻ നിർത്തിയത്. ഒരു റൗണ്ട് മറ്റേ കൂട്ടുകാരന്മാരുമായിട്ട് രണ്ടുപേരെ അപ്പുറം ഇപ്പുറം, ബാ മക്കളെ ബാ, എനിക്ക് ഒറ്റയ്ക്ക് മിണ്ടാ അറിയാം കേട്ടോ. പക്ഷെ പണ്ട് തൊട്ട് ഇവർ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഉണ്ട്. സ്വന്തം കുടുംബകാര്യം പറയാനാ അവൻ അപ്പുറം ഇപ്പുറം രണ്ടുപേരെ വേണം. ആ ടീമാ അവൻ, മനസ്സിലായോ? സോ നിർത്തി. കിച്ചു മിണ്ടി അവൻ്റെ ലൈവിലൂടെ ഇനി അവൻ വാ തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വാ തുറന്നാൽ ഇപ്പുറത്തുനിന്ന് കുറേ സാധനങ്ങൾ ചിലപ്പോൾ പുറത്തേക്ക് വരും. അത് കിച്ചുവിന് അവൻ്റെ ലൈഫിനെ ഒരുപാട് ബാധിക്കും, മനസ്സിലായോ? അവൻ എന്താണെന്നല്ല, അവൻ എന്തായിരുന്നു എന്നുള്ളതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ പണ്ടത്തെ അവൻ്റെ കുത്തിപ്പൊക്കിയെടുത്ത്, പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നാറ്റിക്കും. ഞാൻ നാറ്റിക്കാൻ നിൽക്കുന്നില്ല, പക്ഷെ അല്ലാതെ തന്നെ നാറിപ്പോവും. അതുകൊണ്ടാണ്. അടുത്തൊരു ക്ലിപ്പ് കണ്ടു. അതുപോലെ തന്നെ രേണുസുതി ഒരു മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണെന്ന് റൂമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? ഗോസിപ്പല്ലേ, നമുക്ക് നോക്കാം. അത് ഉണ്ടോ ഇല്ല നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ലേ, നമുക്കപ്പം നോക്കാം. 2 വർഷം ഇല്ല, ഇനി 1.5 വർഷം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. കാണാൻ പറ്റുമോ? മിക്കവാറും മേ ബി ഒരു 85-90% കാണാൻ പറ്റും. രേണു, നിങ്ങൾക്ക് യാതൊരു ബോധവും ഇല്ലേ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. 21 സെക്കൻഡ് മാത്രമുള്ള വീഡിയോ ക്ലിപ്പാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിച്ചത്. തുടക്കത്തിൽ അവരെന്താ പറയുന്നത്? അതൊക്കെ വെറും ഗോസിപ്പ് അല്ലേ, ഗോസിപ്പ്. രേണുസുതിക്ക് ഗോസിപ്പിന്റെ മീനിങ് എന്താണെന്നറിയാവോ? അതൊക്കെ വെറും ഗോസിപ്പ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തട്ടവിട്ട് രേണുവിനെ അടുത്ത് കാണാൻ പറ്റുമോ? ഒരു 85% ചിലപ്പോൾ കാണാൻ പറ്റിയേക്കും ഏതോ ഒരു മുസ്ലിം. രേണു അപ്പം ചുമ്മാതല്ല ആൾക്കാർ പറയുന്നത്, എന്തോ ഉണ്ടല്ലേ? എനിക്കറിയാൻ പാടില്ല. രേണു തന്നെയാണ് വന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് തരുന്നത്. നമ്മളൊന്നും വളച്ചൊടിക്കേണ്ട കാര്യമില്ല. ഗോസിപ്പാണെന്ന് പറയുന്നു. കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്ത്
ചിലപ്പോ ഒരു തട്ടവിട്ടാക്കിയിട്ട് കണ്ടേക്കാൻ ചിലപ്പോ എന്നെ ഒരു 85% ചാൻസ് ഉണ്ട്. അതായത് ആരുമായിട്ടോ എന്തോ വോട്ടോവർ സംസാരിക്കുമ്പോൾ അത്യാവശ്യം ബോധത്തോടെ സംസാരിക്കും. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് ബൈറ്റ് കൊടുക്കുമ്പോൾ നാട്ടുകാരെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതും കൂടെ ഒന്ന് കേട്ടോ നിങ്ങൾ. കൂടെയുള്ള വിദേശയാത്രകൾ കണ്ട ആൾക്കാർ പറയുന്നത് രേണുവിന് സ്വർണ്ണക്കടത്താന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ? കടത്ത് മറ്റേ വള്ളത്തിന്റെ കടത്തിന് പോലും പോകാൻ പേടി. അപ്പോഴാണ് ഇനി സ്വർണം കടത്താൻ പോകുന്നത്. കടത്ത് വള്ളമില്ല, അതിനകത്ത് കയറാൻ പോലും പേടിയുള്ള ഞാനാണോ ഇനിയും സ്വർണ്ണക്കടത്തിന് പോകുന്നത്? സ്വർണ്ണക്കടത്തൊന്നും ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഒരു കടത്തും ഇല്ല. ഒരു മറ്റേ ആരെങ്കിലും അവിടുന്ന് കൊണ്ടുതരുന്ന മറ്റേ എന്തെങ്കിലും ഒരു മിഠായി ഒന്നുമല്ല, ഹോമിയോ ഗുളികയുടെ അടപ്പ് പോലും കൊണ്ടുവരാൻ പേടിയാ. അപ്പോഴാണ് ഈ സ്വർണം കടത്താൻ പോകുന്നത്. അവര് മേടിച്ചു തരുമല്ലോ, പിന്നെ കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമല്ലോ. നമ്മളൊന്നും പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. ബാച്ചിലേഴ്സ് തന്നെ അവരെല്ലാം വാങ്ങിച്ചു തരുകയും ചെയ്യുന്നുണ്ട്. അപ്പോ സ്വർണ്ണക്കടത്ത് വരെ എത്തി. എടാ ഇത് ഓൺലൈൻ മീഡിയക്കാരോടാണ് ഇതൊക്കെ. ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ കമന്റുകൾ പോലും കണ്ടിട്ടില്ല. ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ രേണുവിന് ഇടയ്ക്കിടയ്ക്ക് വിദേശയാത്ര സ്വർണ്ണക്കടത്താണോ എന്നൊക്കെ ആരെങ്കിലും കമന്റിൽ ചോദിക്കുന്നതെങ്കിലും? വീഡിയോയിൽ ആരും അത് പറയുന്നതൊന്നും ഞാൻ കേട്ടില്ല. കമന്റിൽ പോലും ഞാനതൊന്നും കണ്ടില്ല. എന്തൊക്കെയാ ഇട്ട് കൊടുക്കുന്നത്? ബൂസ്റ്റപ്പിലാണോ? അടുത്ത റൗണ്ട് ബൂസ്റ്റപ്പിലാണോ? സ്വർണ്ണക്കടത്താണോ? എടേ ഒരു മര്യാദക്ക് നടക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് സ്വർണ്ണക്കടത്ത്. താങ്ങുമോ അതൊക്കെ ചേച്ചി? അടുത്ത കോണ്ടന്റ് ഒക്കെ ഓക്കെ, പക്ഷേ ഇങ്ങനെയൊക്കെ രേണുസുതി മനസ്സിലാക്കുക. നമ്മളൊന്നും അല്ല ഇല്ലാത്തൊന്നും പറയുന്നത്. നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിനെല്ലാം ചിരിച്ചോണ്ട് നിന്ന് ടുക്കുടു എന്ന് പറഞ്ഞു വെച്ച് നിങ്ങളുടെ പേഴ്സണൽ കാര്യം നിങ്ങൾ ഒന്ന് ഛർദ്ദിക്കുമ്പോൾ അതിലാരെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാത്രം മറ്റേ ഇരട്ടത്തല്ലപ്പുകാർ, നമ്മൾ മറ്റേ ഇല്ലാത്ത ഉണ്ടാക്കി പറയുന്നു. ആ സീനിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നില്ല ചേച്ചിയുടെ ഉദ്ദേശം എന്താണെന്ന്. ചേച്ചിക്ക് വീണ്ടും നെഗറ്റീവ് റീച്ച്. എത്ര കാലം ഈ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി ഇങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. പോകുന്നോടം വരെ പോട്ടെ, നമുക്ക് പോകാം, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. പറ്റുമെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.